പലരുടെയും ആത്മകഥകൾ വായിക്കുന്ന സമയത്ത് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്, ഇതൊക്കെ ഉള്ളതാണോ എന്ന്. പലതും കെട്ടുകഥകളാണ്, സ്വയം പൊങ്ങച്ചം പറയുകയാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നിരിക്കെ പലരുടെ ജീവിതത്തിൽ ഉണ്ടാവുക പോലും ചെയ്തിട്ടുണ്ടാവുകയില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ ഒന്നിരിക്കെ പലരും പലപ്പോഴായി വൈകിപ്പോകും. പിന്നെ ഒന്നിരിക്കെ മനസ്സിലാക്കുക പോലുമില്ല. എന്താണോ അവരുടെ ആത്മകഥകളായി ചിലരെങ്കിലും എഴുതി വെച്ചത് അതുപോലെ വിശ്വസിക്കും. പലപ്പോഴും അത് തെറ്റായിരിക്കാം. എന്താണ് ആത്മകഥ എന്ന് പറഞ്ഞാൽ? ഒരാളുടെ ജീവിതം അതുപോലെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നെഗറ്റീവായ ഭാഗങ്ങളും പോസിറ്റീവായ ഭാഗങ്ങളും ഉണ്ടാവാം. അതും അതിൽ എഴുതി വെക്കും. പലരെയും അതിൽ പരാമർശിക്കേണ്ടി വരാം. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും പരാമർശിക്കപ്പെടും ആത്മകഥകളാകുമ്പോൾ. അവിടെയെല്ലാം നമുക്ക് മാതൃകയാകുന്നതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആത്മകഥ. പലരെയും വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പം കരഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല, ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. ഇതെല്ലാം ഒരു ചരിത്ര സംഭവമായി പിന്നീട് രേഖപ്പെടുത്തപ്പെടും.